ഇന്ന് സത്യത്തിൽ ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതി. എനിക്കറിയാം കുറേ പേർക്ക് കോവയ്ക്ക ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിൾ ആണല്ലേ. അപ്പം അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കാരണം നിങ്ങൾ എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് കോവയ്ക്ക എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ള കോവയ്ക്ക ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോവയ്ക്ക നീളത്തിലാണ് അരിയേണ്ടത്, റൗണ്ടായിട്ടല്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടത് 1-2 കട്ട് ചെയ്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ഓരോ പകുതിയും കട്ട് ചെയ്തെടുക്കുക. ഞാനത് 6 കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ടോട്ടലായിട്ട്. അപ്പോൾ അത്രയും നേർപ്പിച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സവോളയാണ്. ഒരു മീഡിയം സൈസുള്ള സവോള ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേർത്തതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ബാക്കി മസാലയാണ്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കുക. ചൂടായ പാനിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 വലിയ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്തേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സവോള ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കോവയ്ക്ക കൂടി ഒന്ന് ആഡ് ചെയ്യുകയാണ്. കാരണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മൾ ഈ എണ്ണയിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ കോവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ സവോളയുടെ കൂടെ തന്നെ കോവയ്ക്ക ഇട്ട് കൊടുക്കുവാണ്. രണ്ടും സെപ്പറേറ്റായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കോവയ്ക്ക വെന്ത് വരുന്ന സമയത്ത് കോവയ്ക്കയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം പുറത്ത് വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിക്കാം. കാരണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം 2 സൈഡിലും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉപ്പൊന്നും ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒന്ന് വാടി വരുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇട്ട ഉടനെ ഉപ്പ് ആഡ് ചെയ്യരുത്. സവോളയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടണമെന്ന് കരുതിയിട്ട് ആദ്യം തന്നെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാതിരിക്കുക. കാരണം അതൊന്ന് ചുരുങ്ങി വരും. ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അടച്ചു വെക്കരുത്, തുറന്ന് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക എണ്ണയിൽ. അപ്പോൾ ഫ്രൈ ആയി കിട്ടും. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം ഫ്രൈ ആയിട്ട് കരിഞ്ഞു പോവും, അടുത്ത സൈഡൊന്നും ഫ്രൈ ആയി കിട്ടില്ല. ഈക്വലായിട്ട് ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കോവക്കയിൽ നിന്നൊക്കെ വെള്ളം പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്തൊന്നും നമ്മുടെ സവോളയൊക്കെ ഒന്നും ഫ്രൈ ആയി വരില്ല. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇപ്പോൾ കോവയ്ക്കയും സവോളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാല എന്ന് പറയാനൊന്നുമില്ല. ഏകദേശം ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് നല്ല സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇത് ഒന്ന് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ വെജിറ്റബിൾ മസാല കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം.
ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സാമ്പാർ മസാല ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് സാമ്പാർ മസാല ആഡ് ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ പൊടികൾ ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറണം, അതേപോലെ തന്നെ കോവയ്ക്കയ്ക്ക് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല, അതായത് കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്